ഇനിയുള്ളത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. അതിൽ അവർക്ക് പുതിയ ബിസിനസ്സിൽ പുതിയ അവസരങ്ങളുണ്ടാകുന്നു. സ്വാധീനമുള്ള വ്യക്തികളുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം, പുതുതായിട്ടുള്ള ബന്ധം ഉണ്ടാകും. ചൊവ്വ അഷ്ടമത്തിനാകയാൽ ചില രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ, അതുപോലെ വിദേശബന്ധം, ഗവേഷണം, നികുതി, ഇൻഷുറൻസ്, IT, നിയമ സംബന്ധമായിട്ടുള്ള രേഖകൾ, ഇത് കുറച്ച് കൂടുതൽ ശ്രദ്ധയോടെ കൂടി കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ചില പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അന്വേഷണ ആത്മകമായിട്ടുള്ള പ്രവർത്തനം, അത് അങ്ങനെയുള്ള മീഡിയ പ്രവർത്തനങ്ങൾ, അതുപോലെ മെഡിക്കൽ, സാമ്പത്തിക ഉപദേശം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അതിൽ ചില കുഴപ്പങ്ങൾ വന്നു ചേരാൻ സാധ്യത ഉണ്ട് എന്ന് അറിയേണ്ടതാണ്. ആഗസ്റ്റ് 5-ാം തീയതി ബുധൻ 9-ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഭംഗിയാകും. വിദേശയാത്രയോ ഉന്നത പഠനമോ ഒക്കെ ആഗ്രഹിക്കുന്നത് സാധിക്കും. നിയമ കാര്യങ്ങളോ പുസ്തക പ്രകാശനം ഇതൊക്കെയും ഇതിലൊക്കെ ഒരു പുരോഗതി, അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണാം. ധനപരമായിട്ട് നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടം ഉണ്ടാകും. കുടിശ്ശികകൾക്ക് തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന പാർട്ട്ണർഷിപ്പിലും മറ്റുമൊക്കെ ചെയ്യുന്ന ഇടപാടുകളിൽ രേഖാപരമായിട്ടുള്ള ചില കൃത്രിമങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ശുഷ്കാന്തിയോടുകൂടി പരിശോധിച്ച് മാത്രം തീരുമാനമെടുക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ദഹന പ്രക്രിയയിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ മൂലം അസ്വസ്ഥതകളുണ്ടാകാം. അതുപോലെ രക്തസമ്മർദ്ദം ഒക്കെ ഉണ്ടായേക്കാം. ഭക്ഷണക്രമവും മറ്റൊക്കെ പാലിച്ച് വേണ്ടത്ര വിശ്രമവും ഒക്കെ ഉറപ്പുവരുത്തണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുതിർന്നവരിൽ നിന്ന്, ഗുരുകാരണവന്മാരിൽ നിന്നുമൊക്കെയുള്ള പിന്തുണ നമുക്കുണ്ടാകും. കുട്ടികളിൽ നിന്ന് അവരുടെ പരീക്ഷകളോ പുതിയ കോഴ്സുകളിൽ ചേരുക മുതലായിട്ടവ അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ പാരമ്പര്യമായിട്ട് കിട്ടേണ്ട സ്വത്ത്, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കും. പരിഹാരമായിട്ട് ഇവർക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ അവിടെ ശംഖജലാഭിഷേകം നടത്തുക, ശിവപഞ്ചാക്ഷര മന്ത്രം ദിവസേന ഒരു 108 പ്രാവശ്യം എന്നൊക്കെയുള്ളൊരു കണക്ക് വെച്ച് അത് നടത്തുക, അന്നദാനം നടത്തുക. ഇതൊക്കെയും ഈ ആഴ്ച ശുഭഫലങ്ങൾ നൽകുന്നതിന് പ്രാപ്തി ഉണ്ടാവുന്നതാണ്.